തെളിവുകൾ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആധുനിക മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പുരാതന മതപരമായ തിരുശേഷിപ്പുകൾ സാധാരണയായി ഭക്തിസാന്ദ്രമായ പാരമ്പര്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ വിശ്വാസികൾ സൂക്ഷ്മപരിശോധനയെ സ്വാഗതം ചെയ്യുമ്പോൾ പുതിയൊരു മുഖം ഉയർന്നുവരുന്നു. സമീപ വർഷങ്ങളിൽ അവർ പാരമ്പര്യത്തെ മാത്രം ആശ്രയിക്കുന്നത് നിർത്തുകയും ശാസ്ത്രീയ പരിശോധനയെ സ്വാഗതം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ വിവരശേഖരണ ശ്രമങ്ങൾക്ക് വലിയൊരു പരിധിവരെ തുടക്കമിട്ടത് വിശുദ്ധ കാർലോ അക്യൂറ്റിസ് ആണ്. ഈ അവകാശവാദങ്ങളെ ട്രാക്ക് ചെയ്യാനും അന്വേഷിക്കാനുമായി തന്റെ ഹ്രസ്വമായ ജീവിതകാലത്ത് വിപുലമായ ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് നിർമ്മിച്ച ഒരു കൗമാരക്കാരൻ. അദ്ദേഹത്തിന്റെ ഡാറ്റാബേസ് ഒരു കേന്ദ്ര റഫറൻസ് പോയിന്റായി മാറി നാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് പോലെയുള്ള പരിപാടികളിലെ ആധുനിക ചർച്ചകൾക്ക് അടിസ്ഥാനമൊരുക്കുന്നു. ഈ കാറ്റലോഗുകളിൽ ശേഖരിച്ച വിവരങ്ങൾ ശാസ്ത്രജ്ഞർ പരിശോധിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചിലത് അവർ കണ്ടെത്തുന്നു. ഫോറൻസിക് സയൻസിന്റെ പ്രയോഗം തിരുവോസ്തിയെ വ്യാജമെന്ന് തെളിയിക്കാനോ അതിനെ വെറുമൊരു പ്രതീകമായി വെളിപ്പെടുത്താനോ പരാജയപ്പെടുന്നു. ലെൻസിന് കീഴെയും വൈദ്യശാസ്ത്രപരമായ അസാധാരണത്വമായും ആഴത്തിലുള്ള ഒരു ജൈവ രഹസ്യമായും കാണപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നാം ലബോറട്ടറി ഫലങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഫാദർ റോബർട്ട് സ്പിറ്റ്സർ, ബിഷപ്പ് ഫ്രാങ്ക് കജിയാനോ തുടങ്ങിയ ഗവേഷകർ ഒന്നിലധികം സ്വതന്ത്ര അന്വേഷണങ്ങളിൽ നിന്നുള്ള അനുഭവവേദ്യമായ ഡാറ്റ സമാഹരിച്ചിട്ടുണ്ട്. ഈ അത്ഭുതങ്ങളിലുടനീളം ഗവേഷകർ സ്ഥിരമായ ഒരു ബയോളജിക്കൽ മാർക്കർ കണ്ടെത്തി, ടൈപ്പ് എബി രക്തം. ഇതിലെ ടിഷ്യൂ സാമ്പിളുകൾ സ്ഥിരമായി മനുഷ്യന്റെ ഹൃദയപേശിയായ മയോകാർഡിയം ആയി തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ ലാബുകൾ മൂന്നാമതൊരു മാർക്കർ കണ്ടെത്തി, ടിഷ്യൂകൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന വെളുത്ത രക്താണുക്കൾ. ഇത് നിർണായകമായ ഒരു ജീവശാസ്ത്രപരമായ വിവരമാണ്, കാരണം ജീവനുള്ള ഒരു ശരീരത്തിന് പുറത്ത് ല്യൂക്കോസൈറ്റുകൾ അതിവേഗം നശിക്കുന്നു. പരിശോധന നടക്കുന്ന നിമിഷത്തിൽ ആ ടിഷ്യുവിന് ജീവനുണ്ടായിരുന്നു എന്നാണ് അവയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ കോശങ്ങൾ അങ്ങേയറ്റത്തെ ശാരീരിക പിരിമുറുക്കത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ഹൃദയപേശികൾ കഠിനമായ ആഘാതത്തിന് വിധേയമായി എന്ന് സൂചിപ്പിക്കുന്നു. ഈ സമാഹരിച്ച ഡാറ്റ നിർദ്ദിഷ്ടമായ ഒരു ജീവശാസ്ത്ര യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നു. ജീവനുള്ളതും സജീവമായി കഷ്ടപ്പെടുന്നതുമായ ഒരു മനുഷ്യഹൃദയത്തിന്റെ ഫോറൻസിക് പ്രൊഫൈൽ. ശാസ്ത്രീയ നിരീക്ഷണത്തിൽ യാദൃശ്ചികതയോ അല്ലെങ്കിൽ പ്രാദേശികമായ പിശകുകളോ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ സങ്കീർണമായ ബയോളജിക്കൽ പ്രൊഫൈൽ ഒരൊറ്റ ചരിത്ര പുരാവസ്തുവിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ അത് ഒരു തട്ടിപ്പായോ അല്ലെങ്കിൽ വിചിത്രമായ ഒരു ഒറ്റപ്പെട്ട അസാധാരണത്വമായോ തള്ളിക്കളയാമായിരുന്നു. എന്നിരുന്നാലും ഗവേഷകർ ഈ കേസുകൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിലൂടെ വിശകലനം ചെയ്യുന്നു. അത് അമാനുഷിക ഉത്ഭവത്തിനുള്ള സാധ്യത അളക്കാൻ ഉപയോഗിക്കുന്നു. ഫാദർ സ്പിറ്റ്സർ ഇതിനെ ദൈവത്തിന്റെ സാധ്യത, ദ പ്രോബബിലിറ്റി ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുമുള്ള പരസ്പരബന്ധമില്ലാത്ത ഈ അത്ഭുതങ്ങളെ നിങ്ങൾ സമാഹരിക്കുമ്പോൾ യാദൃശ്ചികതയോ ആസൂത്രിതമായ തട്ടിപ്പോ വഴി ഈ കൃത്യമായ മാർക്കറുകൾ ഓരോ തവണയും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായും പൂജ്യമായി മാറുന്നു. ഗണിതശാസ്ത്രപരമായി പറഞ്ഞാൽ ആവർത്തിച്ചുവരുന്ന ബയോളജിക്കൽ പ്രൊഫൈൽ സ്വതന്ത്രമായ ഡാറ്റ പോയിന്റുകളിലുടനീളം കൃത്യതയുള്ളതാണ്. അതിനാൽ ഇതൊരു വ്യാജമാകാനുള്ള സാധ്യത അസാധ്യമാക്കുന്നു. കൃത്യമായ ഇതേ ബയോളജിക്കൽ പ്രൊഫൈൽ പങ്കിടുന്ന മറ്റൊരു ചരിത്ര സ്രോതസ്സും ഈ ലബോറട്ടറി കണ്ടെത്തലുകളെ സ്ഥിരീകരിക്കുന്നു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠനവിധേയമായ മതപരമായ പുരാവസ്തുവിൽ നാമത് കണ്ടെത്തുന്നു. ടൂറിനിലെ തിരുക്കച്ച, ഷ്രൗഡ് ഓഫ് ട്യൂറിൻ. തിരുവോസ്തിയും തിരുക്കച്ചയും ഒരേ ജീവശാസ്ത്രപരമായ സന്ദേശം പങ്കിടുന്നു. ഒരേപോലെയുള്ള എബി രക്തവും ശാരീരിക ആഘാതത്തിന്റെ സമാനമായ നിർദ്ദിഷ്ട മാർക്കറുകളും. അനുഭവവേദ്യമായ ശാസ്ത്രത്തിന്റെ ആവശ്യങ്ങൾക്കും വിശ്വാസത്തിന്റെ അവകാശവാദങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ആധുനിക വിശ്വാസിയുടെ ധർമ്മസങ്കടങ്ങളെ ഈ സമാനതകൾ അഭിസംബോധന ചെയ്യുന്നു. വിശ്വാസം നിർമ്മിക്കാൻ അനുഭവവേദ്യമായ ശാസ്ത്രം നിലനിൽക്കുന്നില്ല. പകരം 21-ാം നൂറ്റാണ്ടിലെ മനസ്സിന് അത് വിശ്വാസ്യതയുടെ ഒരു പാലം നൽകുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ അവകാശവാദങ്ങളെ ലബോറട്ടറിക്ക് പ്രാപ്യമാക്കുന്നു. ഈ മൈക്രോസ്കോപ്പിക് വിവരങ്ങൾ വിശുദ്ധ കുർബാനയെ ഒരു ജീവനുള്ള സമാഗമമായി അവതരിപ്പിക്കുന്നു, ശ്വസിക്കാനും കഷ്ടപ്പെടാനും തുടരുന്ന ഒരു ഹൃദയത്തിന്റെ ഫോറൻസിക് യാഥാർത്ഥ്യമായി.